ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പുതിയ പീഡന പരാതി വരുമ്പോഴും MLA 6ാം ദിവസവും ഒളിവിലാണ്. രാഹുൽ ഒളിവിൽ താമസിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗലൂരിലെ റിസോർട്ടിലെന്നാണ് പുറത്തുവരുന്ന വിവരം. ബംഗളൂരിലെ റിസോർട്ടിൽ പോലീസ് എത്തുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി. ഞായറാഴ്ച രാവിലെ രാഹുൽ റിസോർട്ടിലെത്തിയതെന്നും അതിനുശേഷം കർണാടകയിലേക്ക് കടന്നു എന്നാണ് സൂചന. ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട്. ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. ഒളിവിലുള്ള MLA കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട്. രാഹുലിനൊപ്പം കേസിലെ 2ാം പ്രതിയായ ജോബി ജോസഫും ഉണ്ടെന്നാണ് വിവരം. പാലക്കാട് നിന്ന് രാഹുൽ സഞ്ചരിക്കുന്ന ചുവന്ന പോളോ കാർ ഒരു സിനിമ നടിയുടേതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. രാഹുലിന്റെ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടിയുടേതാണ് ഈ വാഹനം. ഏത് സാഹചര്യത്തിലാണ് കാർ രാഹുലിന് കൈമാറിയതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബംഗളൂരുവിലുള്ള നടിയെ ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട്. ഈ കാർ 2 ദിവസം കിടന്നത് പാലക്കാട്ടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണെന്ന സൂചനയും പോലീസിന് കിട്ടി. രാഹുലിനെ രക്ഷപ്പെടാൻ നേതാവ് സഹായിച്ചോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. ഇതോടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നതെന്ന BJP ആരോപണം ശക്തമാവുകയാണ്. എന്നാൽ KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഈ ആരോപണം നിഷേധിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് പാലക്കാട് വിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പോയത് പൊള്ളാച്ചിയിലേക്കാണ്. പിന്നീട് ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞമ്പാറ വഴിയാണ് കോയമ്പത്തൂരിലേക്ക് കടന്നതെന്നും പോലീസ് പറയുന്നു. MLA പാലക്കാടില്ലെന്ന് ഉറപ്പിച്ചാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. ജാമ്യം ലഭിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി രാഹുലിന്റെ നീക്കങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗലൂർ എത്തിയതായിട്ടാണ് പറയുന്നത്. എന്തായാലും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന ആരോപണം ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയായ പെൺകുട്ടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് പെൺകുട്ടി പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ പരാതി. മുറിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു. മാനസികമായും ശാരീരികമായും ക്രൂര പീഡനം നേരിട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. KPCC നേതൃത്വത്തിന് നേരത്തെ ഈ പരാതി ലഭിച്ചിരുന്നു എന്നാണ് ചാനൽ റിപ്പോർട്ടുകൾ. അതേസമയം ഗർഭിണിയാക്കണം എന്ന് തന്നോടും മെസ്സേജിലൂടെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് രാഹുൽ ഒളിവിൽ കഴിയുകയാണ്. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചു. പോലീസിൽ പരാതി നൽകാത്തത് ഭയം കാരണമെന്നും യുവതി പരാതിയിൽ പറയുന്നു.